ഹജ്ജ്, ഹജ്ജിന്റെ സാധനം വാങ്ങുമ്പോൾ മോശപ്പെട്ട സാധനം വാങ്ങാതിരിക്കുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പീടികയിൽ ചെന്നു, അവിടെ ഇഹ്റാം തുണി 50 റിയാലിന്റെ ഉണ്ട്, 10 റിയാലിന്റെ ഉണ്ട്. തിരിഞ്ഞു നിങ്ങൾക്ക് ഇവന്റെ കയ്യിലാകട്ടെ 50 റിയാൽ കൊടുത്ത് വാങ്ങാൻ മാത്രമല്ല പൈസയുണ്ട്. നമ്മള് പറയാ കുട്ടികൾക്ക് ബാക്കിയുള്ള 40 ടോയ്സ് വാങ്ങാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. ഇവന്റെ കയ്യിൽ എന്തുണ്ട്? 50 ഉണ്ട് എങ്കിൽ അവൻ ഏറ്റവും നല്ലത് വാങ്ങാ. ഒരഭിപ്രായ പ്രകാരം മഖബൂലായ ഹജ്ജിന് അവൻ അണിഞ്ഞ ഇഹ്റാം മിന്റെ വസ്ത്രം അള്ളാഹു അവന് മഹ്ശറയിൽ നൽകും. അള്ളാഹു നമുക്ക് തരട്ടെ. അങ്ങനെയാണ് മഹ്ശറയിൽ വസ്ത്രം നൽകപ്പെടും. അവ്വലു മൻ യുക്സാ മിനൽ ഹുലൽ യൗമൽ ഖിയാമ അൽ ഖലീൽ ഇബ്രാഹിം. നമ്മളെ ഹജ്ജിന് വിളിച്ച ഇബ്രാഹിം നബിക്കാണ് ആദ്യമായി വസ്ത്രം കൊടുക്കുകയാണ് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ബന്ധമുള്ളൊരു വിഷയവുമാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇത് നിങ്ങൾ മറക്കരുത്. എന്താ ഞാൻ അവിടെ പറഞ്ഞത്? അതിന് കൊണ്ടുപോകുന്ന വസ്ത്രം ഖാലിസായ ഹലാലാവുക, അത് നല്ല വസ്ത്രമാക്കുക. പരലോകത്ത് വെച്ച് നമുക്ക് വസ്ത്രം നൽകപ്പെടും ഇതിന് പകരമായി. അല്ലാഹു തആല അവിടെ ഏറ്റവും നല്ല തരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവ്വലു മൻ യുക്സാ യൗമൽ ഖിയാമ മിനൽ ഹുദൽ യൗമൽ ഖിയാമ അൽ ഖലീൽ ഇബ്രാഹിം. പരലോകത്ത് വെച്ച് മഹ്ശറയിൽ വെച്ച് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് നമ്മളെ ഹജ്ജിന് വിളിച്ചിട്ടുള്ള സയ്യിദുനാ ഇബ്രാഹിമിനെയാണ് അലൈഹിസ്സലാം എന്ന് ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഒരു വാക്യം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം തന്നെ വാങ്ങുക. ആ വിഷയത്തിൽ തർക്കിക്കാതിരിക്കുക. അതില് അങ്ങനെയല്ല, അതിൽ തർക്കിക്കരുത്. നമ്മളൊരു വീട്ടിലെ അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കണില്ലല്ലോ. നമ്മളെ മോളെ കല്യാണം ഉണ്ടെങ്കിൽ അതിന് 1 നമ്പർ അരി വെക്കണമെന്ന് നമുക്കുണ്ട്. 30 റുപ്യൻ്റെ അരിയുണ്ട്, 25ൻ്റെ അരിയുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ആകെ ഒരു മകളേ ഉള്ളൂ, അതിനെ ഞാൻ ഇനി കുറക്കണില്ല. എന്തേ അങ്ങനെ പറയുമല്ലേ? ഇല്ലേ അല്ലേക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. അങ്ങനെ തന്നെ മര്യാദക്ക് ഒരു ചോറും ഒരു ബീഫും കൊടുത്താൽ മതി. എന്നാലും കുറച്ച് കാട പൊരിച്ചത്, കുറച്ച് പോത്ത് പൊരിച്ചത്, പിന്നെന്താ ഇപ്പം കൂടിത്തരി മനുഷ്യന്മാർ. അതിനിപ്പോൾ ബുഖാരി അതുണ്ടല്ലോ, എന്താ കോഴി പൊരിച്ചത്, ഫിഷ് പൊരിച്ചത്, ഇതൊക്കെ വെക്കും. എന്തിന്? കാരണം ഇവൻ ആകെ ഉള്ളതൊരു മകളാണ്, ഇഷ്ടം പോലെ മുതലുണ്ട് എങ്കിൽ. എന്നാൽ പിന്നെ ഇതൊക്കെ നിസ്സാരല്ലേ? പരിശുദ്ധമായ അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹാജരാക്കുന്ന പ്രധാന കർമ്മം. അതുകൊണ്ട് അതിൽ മോശപ്പെട്ട് തെരഞ്ഞെടുക്കാതിരിക്കുക. പരമാവധി ആ വിഷയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഇമാം നബി ഒരു ബി പാർട്ടി കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് തഖർറുബാകാവുന്ന ഏത് അമലും ഇപ്രകാരം തന്നെയാണ്. വീട്ടിൽ നിന്ന് പള്ളിക്ക് പോകുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ധരിക്കുക. മനസ്സിലായില്ല? ഏറ്റവും നല്ല ചെരുപ്പിടുക. മനസ്സിലാകുന്നില്ല? ചിലപ്പോൾ ആ ചെരുപ്പ് ഒഴിവാക്കി പോരേണ്ടി വരും, എന്നാലും വേണ്ടില്ല, അല്ല അങ്ങനെ ഉണ്ടാവും. എന്നാലും അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടാവുന്ന ഏത് കുർബത്തിനും ഏറ്റവും നല്ല ധനമാണ് ചെലവഴിക്കേണ്ടത്. ഏറ്റവും നല്ല വസ്ത്രം അണിയണം. നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം, നിസ്കരിക്കാൻ പോകുമ്പോഴാണ് ഏറ്റവും നല്ല ചെരുപ്പ്, വണ്ടി, എല്ലാം അള്ളാഹു നമുക്ക് തന്നതാണ്. ഏറ്റവും വലിയ സൗകര്യം അതിനെ ഉപയോഗപ്പെടുത്തണം. ഇത് അള്ളാഹുവിലേക്ക് പോവാണ്. നമ്മൾ ഈ പുതിയാപ്പള പോകുന്നത് റബ്ബിലേക്കാണ്. റബ്ബിന്റെ റഹ്മത്ത്, നിഅമത്ത് ഇതിലാണ് പ്രദർശിപ്പിക്കേണ്ടത് എന്നതുകൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അയ്യകൂന മുതവാളിഅ. എപ്പോഴും ഹജ്ജിന് തീരുമാനിച്ചത് മുതൽ മുതവാളിഅ, വിനയം കാണിക്കുന്നവനാവുക. എത്രാമത്തെ പറഞ്ഞ? 7 പറഞ്ഞോ? 7ാമത്തത് അയ്യകൂന മുതവാളിഅൻ. വളരെ കുറച്ചേ ഞാൻ പറയുന്നുള്ളൂ, ഒരുപാട് ആദാബുണ്ട്. ഇമ്പോർട്ടന്റ് പറയാം. ഹജ്ജിനെ തീരുമാനിച്ചത് മുതൽ അയ്യകൂന മുതവാളിഅൻ, ഏത് വിഷയത്തിലും വളരെ മുതവാളിഅ, വിനയം. അവന്റെ ആ കൊമ്പ് കോർക്കലൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ നോമ്പ് സമയത്ത് നമ്മളോടൊരാൾ തർക്കിക്കാൻ വന്നാൽ ഫല്യഖുൽ ഇന്നി സ്വാഇം, എനിക്കിന്ന് നോമ്പുണ്ടാണ്, എനിക്ക് എന്നെ പോലെ പറയാൻ പറ്റൂല. ഒന്ന് തർക്കിക്കാൻ വന്നാൽ വരെ തർക്കിക്കരുത്. ഫല്യഖുൽ ഇന്നി സ്വാഇം, ഇന്നെനിക്ക് നോമ്പാണെന്ന് പറയണമെന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പരമാവധി അങ്ങാടിയിലെ ബഹളം, കൂക്ക്, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. വളരെ വിനയം കാണിക്കുക. വിനയത്തിന്റെ കാര്യം പറയാ, ദീനിന്റെ കാര്യം പറയാ, സ്വർഗത്തിന്റെ കാര്യം പറയാ, നരകത്തിൻ്റെത് പറയാ. ഇതൊക്കെ നരകത്തെക്കുറിച്ച് ഭയപ്പെടുകയും സ്വർഗത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുക. നല്ല വിനയം കാണിക്കുക, വളരെ വിനയം കാണിച്ച് ജീവിക്കുക. ഇത് വളരെ പ്രധാനമാണ്.
വിനയം കാണിക്കുന്നവരോട് വയബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ വളരെ വിനയം കാണിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഇബാദ് എന്ന സൂറത്തുൽ ഫുർഖാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവണില്ലേ? വളരെ വിനയം, നല്ല സോഫ്റ്റായ സ്വഭാവം, രീതി, അതാണല്ലോ രീതി. അത് തന്നെയല്ലേ, അതുകൊണ്ടല്ലേ വിനയമാണ്. അതുകൊണ്ടാണ് ഹജ്ജിന് വേണ്ടിയുള്ള നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കല്ലല്ലേ മഖാം ഇബ്രാഹിം. ഇബ്രാഹിം നബി, ഇബ്രാഹിം മഖാമിന്റെ വിനയം നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ആ കല്ലിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഹജ്ജിന് വരൂ എന്ന് വിളിച്ചു പറഞ്ഞത്. ഈ കല്ലിന്റെ മുകളിൽ കയറി നിന്നാണ്. ആ കല്ല് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അതിന്റെ പുറത്തേക്ക് കയറിയപ്പോൾ ഫദാബത്ത് ദൗബതൻ, അതിന്റെ വിനയം കാരണം അത് അലിഞ്ഞു പോയി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇബ്രാഹിം നബിയുടെ കാലിന്റെ അടയാളം. മനസ്സിലായില്ല? അത് വിളിച്ചു പറയാൻ വേണ്ടി കയറിയ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാല് കുത്തിയ സ്ഥലമാണത്. ആ കല്ലിന്റെ ഒരു വിനയം കാണണോ? ആ കാല് കുത്തിയ സ്ഥലം ഫദാബത്ത് ദൗബതൻ, ആ കല്ലങ്ങോട്ട് അലിഞ്ഞുപോയി. നോക്ക്, അപ്പൊ ഹാജി എപ്പോഴും അവൻ ആരായിരിക്കണം? അതൊക്കെ ഒരു പ്രതീകമാണ്. അവൻ ആരായിരിക്കണം? അയക്കുന മുതവാളിയാൻ, അവൻ എപ്പോഴും എന്തിലുണ്ടാവണം? വളരെ വിനയം. പ്രത്യേകിച്ച് യാത്രയിൽ വിനയം വളരെ അത്യാവശ്യമാണ്. ആ കൂട്ടത്തിന് ഞാൻ പറയാ, എല്ലാ വിനയം ഒഴിവാകുന്ന പരിപാടിയാണ് എന്ത്? യാത്ര. അത് വലിയ വിഷയമാണ്. അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്, സഫർ എന്നത് ഖിത്അത്തും മിനൽ അദാബ്, നരകശിക്ഷയുടെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നരകശിക്ഷയുടെ ഭാഗമാണ്, വലിയ അപകടം വിഷയമാണ്. അതുകൊണ്ടാണല്ലോ 4 റക്അത്ത് നമസ്കാരം. 2 ളുഹറിനെ അസറിലേക്ക് ചേർക്കാം, അസറിനെ ളുഹറിലേക്ക് ചേർക്കാം, മഗ്രിബിനെ ഇശായിലേക്ക് ചേർക്കാം, ഇശാഇനെ മഗ്രിബിലേക്ക് ചേർക്കാം. അതാ ആയി സംഭവിക്കും മുസാഫിറിന്. കാരണം അസ്സഫറു ഖിത്അത്തും മിനൽ അദാബി, സഫർ എന്നത് നരകശിക്ഷയുടെ ഭാഗമാണ് എന്ന് മുഹമ്മദ് നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കാം. അപ്പൊ എന്ത് ചെയ്യാന്നറിയാം? വളരെ വിനയം കാണിച്ചാൽ മാത്രമേ അത് അങ്ങോട്ട് കഴിയുള്ളൂ. എല്ലാത്തിലും വിനയം. ഞാൻ ഈ കൊല്ലം ഹജ്ജിന് പോയപ്പോൾ കണ്ട ഒരു അനുഭവം ഉണ്ട്. അറഫന്റെ അന്ന് രാവിലെ അടി. അറഫ കഴിഞ്ഞിട്ട് പിന്നെ മുസ്ദലിഫയെന്ന് രാപ്പാർത്തിട്ട് പോവാം. എങ്ങോട്ട്? മിനയിലേക്ക് പോവാം. ആ സമയത്ത് അടി. എന്താ അടി? പൊരിഞ്ഞടി. വടി കൊണ്ട് 2 ഹാജിമാർ മുഹരിമാണ്, ഇഹ്റാമിന്റെ വസ്ത്രത്തിലുള്ളത്. നിന്നിട്ട് വടി കൊണ്ട് അടിക്കുക. 2 അങ്ങോട്ടും എന്തോ ഒരു വിഷയം. വണ്ടി അങ്ങോട്ട് കയറ്റിയപ്പോൾ മറ്റവൻ്റെ ഗ്ലാസ്സിന് എന്തോ ഒന്ന് തട്ടി. ഇത്രയുള്ള വിഷയം. നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും കൂടുതൽ ഇബ്ലീസ് അവിടെ പ്രവേശിക്കും. കാരണം എങ്ങനെയെങ്കിലും നമ്മളെ അമലവൻ അതിലാക്കും. അപ്പോൾ വളരെ ചിന്തിക്കണം. ഈ തമാശൻ ലോകിയൊന്നും ഉണ്ടാവില്ല. ഈ ഇരിക്കുന്ന റോസലോൺസ് ഓഡിറ്റോറിയത്തിൻ്റെ സൗകര്യമൊന്നും അവിടെ പോയാൽ ഉണ്ടാവില്ല. എത്ര സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എന്താണ്? 10 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് എത്ര സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും സൗകര്യം പലരും പറയും അങ്ങനെ സൗകര്യമുണ്ട്, എങ്ങനെ സൗകര്യമുണ്ട്. എത്ര സൗകര്യം ഉണ്ടെങ്കിലും സൗകര്യമില്ല. മാത്രമല്ല നമ്മൾ സൗകര്യത്തിന് പോവില്ല. അല്ല, അതുകൊണ്ട് അയ്യകൂന മുതവാളിഅൻ, അവൻ പൂർണ്ണമായി തവാളു കാണിക്കണം. വല യലീഖു ബിൽ ഹജ്ജി ഗൈറു തവാളിഇ ഫീ ജമീഇ ആയാതി, അവന്റെ ഏത് കാര്യത്തിലും തവാളു അല്ലാത്ത വിനയല്ലാതെ ഉണ്ടാകരുത്. വ അഹ്വാലിഹി ഫീ ജമീഇ സഫരിഹി, യാത്ര മുഴുവനും അവൻ ഈ വിനയം കാണിക്കണം. ഏത് വിഷയത്തിലും എന്തിലും വിനയം കാണിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ന് മുതൽ തന്നെ തുടങ്ങണം. ഒരു വിനയാന്വിതൻ, ഒരു കാര്യത്തിന് എപ്പോഴും ഒരു കീഴൊതുങ്ങൽ. ഒരാൾ ഏറൊരു വർത്താനം പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് വർത്താനം പറയാതിരിക്കുക. കാരണം അവൻ എന്തിന് തീരുമാനിച്ചിട്ടുണ്ട്? ഹജ്ജിന് പോകാൻ. ശ്രദ്ധിക്കുക. ഇനി 8ാമത്തെ കാര്യം, 7 എഴുതിയത് 8ാമത്തെ കാര്യം അയ്യതഅല്ലമ അഅമാലൽ ഹജ്ജ്, ഹജ്ജിന്റെ കാര്യങ്ങളിൽ അറിവ് നേടണം. എന്തുകൊണ്ട് ഏതൊരു വിഷയവും യഥാർത്ഥമായി സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ വിഷയത്തിൽ ഇൽമുണ്ടായിരിക്കൽ ആവശ്യമാണ്. അല്ലാഹു മനുഷ്യന് ആദ്യമായി നൽകിയത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, വിജ്ഞാനം. അപ്പോൾ ആ വിഷയത്തിൽ അവൻ പൂർണ്ണമായി അതഅല്ലമ കൈഫിയതഹു വഹുവ ഫർളു ഐനിൻ, പഠിക്കൽ ഫർള് കിഫയല്ല, ഫർള് ഐനാണ്. കൂട്ടത്തിൽ പഠിച്ച ഒരാളുണ്ടായാൽ പോരാ, എല്ലാവരും പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ചില കാര്യങ്ങൾ ഇപ്പോൾ ബാങ്ക് കൊടുത്തു പറയാം. നമ്മൾ ബാങ്ക് കൊടുത്തപ്പോൾ നിർത്തി. ബാങ്ക് കൊടുക്കൽ ഫർള് ഐനല്ല, ഫർള് കിഫായാണ്. എന്തുകൊണ്ട്? കൂട്ടത്തിൽ
ആരെങ്കിലും ചെയ്താൽ മതി, അതുകൊണ്ട് ഖായിമായ മതി. നേരെ മറിച്ച് ഒരു അമൽ ചെയ്യുന്ന ആൾ ആ അമലിന്റെ കൈഫിയത്ത് അതിന്റെ